ന്യൂസ് ആൻഡ് ന്യൂസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പെട്ടെന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ്. വലിയൊരു മനുഷ്യാവകാശ ലംഘനം, നീതി നിഷേധം, എന്ത് വാക്കുകൾ ഉപയോഗിച്ച് പറയണമെന്ന് വിശേഷണങ്ങൾക്ക് അപ്പുറത്തുള്ള വലിയൊരു സംഭവം. അതായത് അമ്മയ്ക്ക് മുലപ്പാൽ കുറവെന്ന കാരണത്താൽ HIV ബാധിതയായ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കൈക്കുഞ്ഞിന് നൽകിയ സംഭവം നടന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. എയ്ഡ്സ് പ്രതിരോധത്തിന് കുഞ്ഞിന് മരുന്ന് നൽകാൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവം മറച്ചുവെച്ചാണ് ആശുപത്രി അധികൃതർ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. മുലപ്പാലിൽ നിന്ന് എയ്ഡ്സ് പകരാമെന്ന് പഠനങ്ങളുമുണ്ട്. നമുക്കിപ്പോൾ ആദ്യം ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? പ്രദീപ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച ഒരു സ്ത്രീയുടെ കുട്ടി 2-3 ദിവസം മുൻപാണ് ഈ കുഞ്ഞിന് അമ്മ ജന്മം നൽകിയത്. സിസേറിയൻ ആയതുകൊണ്ട് മാത്രം അവർ ആശുപത്രി വിട്ടു പോരുന്നില്ല. ഈ കുട്ടിയുടെ തള്ളയ്ക്ക് മുലപ്പാൽ കുറവായിരുന്നു. അതായത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ ഈ തള്ളയിൽ നിന്നും കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ വാർഡിൽ കിടന്നിരുന്ന ഒരു ദിവസം ഏകദേശം 25ഓളം പ്രസവങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ ഈ കുഞ്ഞിന് നൽകി. നമുക്കറിയാം, സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനും അല്ല സർജറിക്കും അല്ല സിസേറിയനൊക്കെ ആയിട്ട് എത്തുമ്പോൾ തന്നെ ഇവരുടെ HIV അടക്കമുള്ള എല്ലാ പരിശോധനകളും നടത്തിയ ശേഷമാണ് പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത്തരത്തിൽ പരിശോധന നടത്തി HIV പോസിറ്റീവ് എന്ന് കണ്ട ഒരു തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയിൽ നിന്നാണ് ഈ കുഞ്ഞിന് മുലപ്പാൽ കുടിക്കേണ്ടി വന്നത്. ഈ കുഞ്ഞിന് ഈ രോഗം പിടിപെട്ടിട്ടുണ്ടാവാം എന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ആശുപത്രി അധികാരികൾ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ഇപ്പോൾ HIV-ക്കുള്ള മരുന്ന് നൽകി തുടങ്ങി. ഏകദേശം 2-3 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണിത്. വളരെയധികം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റവും പുതിയതായിട്ട് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സംഭവം അതീവ രഹസ്യമായിട്ട് അധികാരികളും മറ്റും വെച്ചിരിക്കുകയായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് പോലും ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സ്ത്രീയുടേതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടേതോ ഒന്നും പേരുകൾ നമുക്ക് ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. പക്ഷേ ഷാജഹാൻ, നമുക്കറിയേണ്ടത് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ ഒരു സംഭവം ഉണ്ടായത് എത്രമാത്രം, അതായത് എയ്ഡ്സ് രോഗി അല്ലെങ്കിൽ HIV പോസിറ്റീവ് ബാധിതയായിട്ടുള്ള രോഗി ഈ നേറ്റൽ, അതായത് പ്രസവ അനന്തരം അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പുള്ള വാർഡിലൊക്കെ ഈ സ്ത്രീയും ഉൾപ്പെടെ കിടത്തിയിരിക്കുകയായിരുന്നോ? ഒരുമിച്ചായിരുന്നോ ഇവരെല്ലാവരും? തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികാരികളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി ഇത്തരത്തിൽ അസുഖം, അതായത് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരെ കോർണർ ചെയ്യാൻ പാടില്ല. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് എതിരാണ്. അത് ആശുപത്രിയിലെ അധികാരികൾ അവർ അതിന് മറുപടി നൽകേണ്ടി വരും. ശരിയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷാജഹാനിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ടെലിഫോൺ ലൈനിൽ കിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ, ഈ ഒരു അവസ്ഥ, അതായത് മുലപ്പാലിലൂടെ HIV അല്ലെങ്കിൽ എയ്ഡ്സ് രോഗത്തിൻ്റെ അടുക്കൽ കുഞ്ഞിലേക്ക് പകരാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്നുള്ള പഠനങ്ങൾ നമ്മോടൊപ്പം നമ്മുടെ പീപ്പിൾ TVയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ രാജീവ് ചേരുന്നു. രാജീവ്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്നോ ലഭിക്കുന്നുണ്ടോ? കുട്ടിയിലേക്ക് ഈ HIV പകരാൻ സാധ്യത ഉണ്ടെന്നാണോ നമുക്ക് അനുമാനിക്കേണ്ടത്? പ്രദീപ്, ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയാണ് ആദ്യം ബന്ധപ്പെട്ടത്. എന്തായാലും അതോടൊപ്പം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് WHO-യുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 സർക്കാർ ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോഴും മുലപ്പാലിൽ നിന്ന് കുട്ടിക്ക് എയ്ഡ്സ് പകരാം, HIV പകരാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും കുട്ടിക്ക് എയ്ഡ്സ് അല്ലെങ്കിൽ HIV ബാധ പകരാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ നാഷണൽ ഹെൽത്ത് ഏജൻസീസ് ആൻഡ് WHO 2013 പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം, ലോകാരോഗ്യ സംഘടനയുടെ 2013 പ്രകാരമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം HIV അമ്മമാർ ചെയ്യേണ്ടത്, HIV ഇൻഫെക്റ്റഡ് ആയ അമ്മമാർ ബ്രസ്റ്റ് ഫീഡിങ്ങുമായി ചെയ്യേണ്ടത്, മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അവോയ്ഡ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ്. റിസ്ക് ഓഫ് HIV ട്രാൻസ്മിഷൻ ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദ റിസ്ക് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഫീഡിംഗ്.
അതായത് കുഞ്ഞിന് HIV ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഫീഡ് എന്ന രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മുലപ്പാലിന് പകരം നൽകാവുന്ന വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകുക എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ സംശയമുള്ള കുട്ടികൾക്ക് നെവിറാപ്പിൻ എന്നുള്ള NVP എന്നറിയപ്പെടുന്ന മരുന്ന് ദിവസത്തിൽ ഒരിക്കൽ നൽകാൻ ഈ മരുന്നാണ് ഇപ്പോൾ കുഞ്ഞിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ ആശുപത്രി സൂപ്രണ്ടുമായി നമ്മുടെ പ്രതിനിധി സംസാരിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അറിയിച്ചതും ഈ നെവിറാപ്പിൻ എന്നുള്ള മരുന്ന്. രാജീവ്, നമുക്ക് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീ ഡോക്ടർ സന്തോഷ് രാഘവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ സന്തോഷ് രാഘവൻ, എത്രമാത്രം താങ്കളുടെ അറിവിൽ പെട്ടിട്ടുണ്ട് ഇത്തരം ഒരു വല്ലാത്ത ഒരു അവസ്ഥ? ഈ ഒരു എയ്ഡ്സ് രോഗിയുടെ മുലപ്പാൽ മറ്റൊരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു പ്രസവിക്കാൻ വന്ന സ്ത്രീയുടെ കുഞ്ഞിന് നൽകുന്ന ഒരവസ്ഥ? കുട്ടിയുടെ തന്നെ വല്യമ്മയ്ക്ക് പറ്റിയൊരു അവസ്ഥയാണ്. അവര് തന്നെയാണ് അത് കൊടുത്തത്. കുഞ്ഞിന്റെ വല്യമ്മ കൊടുക്കുന്നു. അതായത് ആ കുട്ടിയുടെ തള്ളയ്ക്ക് മുലപ്പാൽ കുറവാണ്. അപ്പൊ അവര് സ്ഥിരമായിട്ട് അവരുടെ പതിവാണ് ബാക്കി എല്ലാവരുടെയും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ മുലപ്പാൽ കൊടുക്കാനായിട്ട് അവരിങ്ങനെ സമീപിക്കും. അപ്പൊ ഇന്നത്തെ ആ ദിവസം ഇന്നലെയാണ് സംഭവിച്ചത്. ആ സ്ത്രീയുടെ അതായത് കുഞ്ഞിന്റെ അമ്മ കുളിക്കാൻ പോയ സമയത്താണ് അവർക്ക് അബദ്ധം പറ്റിയത്. ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ ഡോക്ടർ, അതായത് ഈ രോഗിക്കെങ്കിലും അറിയാമായിരുന്നോ അവർ HIV ഇൻഫെക്റ്റഡ് ആയിരുന്നു എന്ന്? അത് രോഗി തമിഴ് സ്ത്രീയാണ്. അപ്പൊ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവരത് പറയാതിരുന്നത് ആണ് ഡോക്ടർ പറയുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമല്ലേ ഇത്? ഇതിന്റെ ഗൗരവം താങ്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഡോക്ടർ? അത് എത്ര നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അവർ ART സെന്ററിൽ കോൺടാക്ട് ചെയ്തു. പീഡിയാട്രീഷ്യൻ വേണ്ടത്തിനുള്ള അതേ ഇൻഫർമേഷൻ വെച്ച് അതിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശാസ്തമംഗലം മജീദ് നമ്മുടെ അതിഥിയായിട്ട് ചേരുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാസ്ഥയെ? ഇതിന് രണ്ട് ഭാഗമുണ്ട്. നേരത്തെ അദ്ദേഹം നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പറഞ്ഞതുപോലെ 2012 2013 രണ്ട് സ്റ്റഡീസ് ഉണ്ട്. 2012 2013 സ്റ്റഡീസിൽ പറയുന്നുണ്ട് HIV ബ്രസ്റ്റ് ഫീഡിൽ കൂടെ പകരാം. പക്ഷേ അതേപോലെ 2013 സ്റ്റഡീസിൽ, ദാറ്റ്സ് മോസ്റ്റ് മോഡേൺ സ്റ്റഡി, അതിനകത്ത് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിനകത്ത് ബ്രസ്റ്റ് മിൽക്കിനകത്ത് TNC എന്ന് പറഞ്ഞൊരു ആക്റ്റീവ് പ്രോട്ടീൻ ഉണ്ട്. ആ ആക്റ്റീവ് പ്രോട്ടീൻ ഈ HIV ബാധിതമായ വൈറസിനെ ആക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് 2% ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഐ എം നോട്ട് എ ഡോക്ടർ, ഐ എം നോട്ട് എ എക്സ്പെർട്ട് ഓൺ ദിസ്. പക്ഷേ സ്റ്റഡീസ് വെച്ചിട്ട് ഇത് ശരിയാണെങ്കിൽ, ഇതിപ്പോൾ ഡോക്ടർ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സ്റ്റഡീസ് ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഇങ്ങനെ ഒരു സ്റ്റഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മ റിട്രോവൈറൽ ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത അമ്മ, HIV പേഷ്യൻ്റ് ആയിട്ടുള്ള അമ്മ റിട്രോവൈറൽ ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൺലി 2%. 90% പോസിറ്റീവാണ്. 2% മാത്രമേ ഉള്ളൂ. അത് ഡോക്ടേഴ്സ് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ സ്റ്റഡി പറയുന്നു, ഈ ഇത്തരം പ്രതിരോധ ഇഞ്ചക്ഷനുകളൊക്കെ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നുകൾക്ക് റിട്രോവൈറൽ ട്രീറ്റ്മെന്റിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ there is only 2% ചാൻസ്. പിന്നെ ഈ പ്രസവ വാർഡുകളിൽ ഈ അമ്മമാർക്ക് മുലപ്പാലില്ലാത്ത കുഞ്ഞിനെ മറ്റു അമ്മമാരുടെ മുലപ്പാൽ കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടോ നിങ്ങൾക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ? ബ്രസ്റ്റ് മിൽക്ക് ഫോർമുല ഓൾറെഡി കുറിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത് ഈ വല്യമ്മ തന്നെ ചെയ്തതാണ്. നമ്മളുടെ അറിവല്ല, അതുകൊണ്ട് സമൂഹത്തിലല്ല. ഈ പറഞ്ഞ സ്റ്റഡി കറക്റ്റ് ആണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. ഈ TNC പ്രോട്ടീൻ്റെ കാര്യം, ഈ TNC പ്രോട്ടീൻ്റെ കാര്യത്തിലുള്ള പഠനം ശരിയാണോ? 2% സാധ്യതയുള്ളോ കുട്ടിക്ക് രോഗം പകരാനുള്ള സാധ്യതകളുണ്ടോ? ഞാൻ മെഡിസിൻ പ്രൊഫസറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ വളരെ കുറച്ച് ചാൻസേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു പോസിബിലിറ്റി പോലും അവോയ്ഡ് ചെയ്യാനാണ് നെവിറാപ്പിൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക? അതിപ്പം ഇവര് വല്യമ്മ തന്നെ ചെയ്തതല്ലേ, നമ്മുടെ അറിവോട് സമൂഹത്തോടും കൂടാതെ ചെയ്തതല്ലേ. ഇപ്പം HIV പോസിറ്റീവ് ആണെങ്കിൽ അവരെ മാറ്റി കിടത്താൻ WHO ഗൈഡ് ലൈൻസ് സമ്മതിക്കുന്നില്ല. അവരെ വാർഡിൽ തന്നെ കിടത്തണമെന്നാണ് ഞാൻ അന്വേഷിച്ചത്. MCH ഓഫീസർ പറഞ്ഞത്. വേറെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തീർച്ചയായും. നമ്മുടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. താങ്കൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഡോക്ടർ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്? പ്രത്യേകിച്ചും ഈ കൊച്ചു കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കുട്ടികളാകുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ ഗൗരവം കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇപ്പോൾ ഹലോ, സൗണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഡോക്ടർ ജയപ്രകാശ് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ ജയപ്രകാശ്, ഇപ്പോൾ ഉണ്ടായ സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, എന്താ സംഭവം എന്നുള്ളത് അറിഞ്ഞൂടാ. അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞിനെ മറ്റൊരു അമ്മയുടെ മുലപ്പാൽ നൽകി, പിന്നീടാണ് അറിയുന്നത് ആ അമ്മ HIV ബാധിതയാണെന്ന്. ആര് നൽകി? അതാണിപ്പോൾ ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്നാണ്. കുഞ്ഞിന്റെ വല്യമ്മ തന്നെ കൊണ്ട് കൊടുത്തതാണെന്ന് പറയുന്നു. മറ്റേ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ വെച്ച്
ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എന്ത് പറ്റി? പാലില്ലാത്തതാണോ? പാലില്ലാത്തതാണ് കാരണമെന്ന് പറയുന്നു. അപ്പൊ ഇതിൽ നമ്മൾ കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങള്. ഒന്ന്, സാധാരണഗതിയിൽ ഈ ഡോക്ടർമാര് സാധാരണഗതിയിൽ ഒരു അമ്മയ്ക്ക് പാലില്ലെങ്കിൽ ആ അമ്മ മറ്റൊരു അമ്മയുടെ പാല് കൊടുക്കാൻ നിർദ്ദേശിക്കാറില്ല സാധാരണഗതിയിൽ. ഇതിലങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ പീഡിയാട്രിഷ്യൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ സാധാരണ പാലില്ലാത്ത അമ്മയ്ക്ക് ഈ ബ്രസ്റ്റ് മിൽക്കിന് പകരമുള്ള പൊടി തൊഴുതി കൊടുക്കുന്നതാണ് സാധാരണ രീതി പാലില്ലാത്തവർക്ക്, മിൽക്ക് ഫോർമുല. അപ്പോൾ അതിന് പകരം ഏതെങ്കിലും സമീപത്ത് പ്രസവിച്ച അമ്മയ്ക്ക് ചിലപ്പോൾ അധികം പാലുണ്ടെങ്കിൽ ആ പാല് കൊടുക്കുമെന്ന് സാധാരണഗതിയിൽ പീഡിയാട്രിഷ്യൻസോ ഗൈനക്കോളജിസ്റ്റോ നിർദ്ദേശിക്കാറില്ല. ഇതിലങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഒരുപക്ഷെ ഈ ബന്ധുക്കൾ തങ്ങളിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഒരുപക്ഷെ ഒരു അമ്മയ്ക്ക് പാലില്ലാതിരിക്കുകയും മറ്റേ അമ്മയ്ക്ക് പാല് കൂടുതലുണ്ടായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ തങ്ങളിൽ സൗഹൃദത്തിന്റെ പേരിൽ കൊടുത്തതായിരിക്കുമോ എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കണം. ഈ രണ്ടാമത്തെ കാര്യം, ഈ അമ്മയ്ക്ക് HIV ബാധിതയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാമായിരുന്നില്ലായിരിക്കും. പക്ഷേ എത്ര തവണ പാല് കുടിച്ചു, ഇനി അതല്ല ഈ HIV ബാധിതയായിട്ടുള്ള അമ്മ HIV ബാധിതയാണെന്ന് പ്രൂവ്ഡ് ആണോ? ഇനി രണ്ടാമത്തെ കാര്യം, അതില് ഈ HIV ഉള്ള അമ്മയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കവേ ആണോ അമ്മ ഇപ്പം പ്രസവിച്ചിട്ടുള്ളത്? കാരണം HIV ബാധിതരായ അമ്മമാരുടെ പാല് കുടിക്കുന്നത് വഴി കുട്ടിയിൽ HIV പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മൂന്നാം ലോക രാജ്യങ്ങളിലും ഡെവലപ്പിംഗ് കൺട്രീസിലും WHO HIV ബാധിതരായ അമ്മമാര് പാല് കൊടുക്കണോ വേണ്ടേ, ബ്രസ്റ്റ് ഫീഡിങ് നടത്തണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. തിരിച്ചു അഡ്വക്കേറ്റ് സന്തോഷ് ആഗോൻ ഇപ്പോൾ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായതിനു ശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊരു കുഞ്ഞിന്റെ വല്യമ്മ ചെയ്ത ഒരു അവർക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ? എന്തായിരിക്കും നടപടി? തുടർ നടപടികൾ ഉണ്ടാകുമോ? ഡോക്ടർ സന്തോഷ് അസിസ്റ്റന്റ് RMO ഡോക്ടർ അനസൂയ രാജീവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതോടെ അന്വേഷിക്കാനായിട്ട്. അല്ല, ഇത്തരമൊരു സംഭവം ഇത് ഒരു അന്വേഷണത്തിനപ്പുറത്ത് ഇത് ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വാർത്തയായി വരുന്നു പലപ്പോഴും. അത് ആവർത്തിക്കാതിരിക്കാനുള്ള സംഭവങ്ങൾ. കാരണം ഇതിപ്പോ നമ്മളിപ്പോ പറയുന്നത് കേട്ടു, ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത ആളെ ലേഡീസിന്റെ ഫീഡ് ചെയ്യാൻ അതൊക്കെ അവർ തന്നെ ചെയ്യുന്നതാണ്. ആ ബ്രസ്റ്റ് മിൽക്ക് ഫോർമുല ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്ത പീഡിയാട്രീഷ്യൻ ഫോർ ദാറ്റ് ലേഡി. അതിപ്പോ ഒരു വല്യമ്മ ഇങ്ങനെ കാണിച്ചതാണ്, അതവിടെ സ്ഥിരം സംഭവം ഒന്നും അല്ല. ആദ്യമായിട്ട് ഡോക്ടർ അതായത് HIV ബാധിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയാണ് അപ്പുറത്തുള്ളത്. ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ വല്യമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധമല്ലേ, അതുകൊണ്ടാണ് അത് ഫീഡ് ചെയ്യുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എല്ലാരും കൂടെ തടഞ്ഞു. അത് ഒറ്റ പ്രാവശ്യമേ ഫീഡ് ചെയ്തുള്ളൂ. ഒരു തവണ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളെന്നാണ് എന്നോട് ARMO പറഞ്ഞത്. അല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതൊരു ശരിയായ സമീപനം. ഒഴിഞ്ഞു പോകുന്നില്ല. കുട്ടിക്ക് വേണ്ട എല്ലാം ചെയ്തു. ഉടൻ തന്നെ പീഡിയാട്രിഷ്യനെ കാണിച്ചു, ARP സെന്ററിൽ പോയി, അത് ട്രിവാൻഡ്രത്തെ സെന്ററിൽ കോൺടാക്ട് ചെയ്തു, മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ കൈക്കുഞ്ഞിന്റെ സ്ഥിതി എന്താണ്? ആ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള റിപ്പോർട്ട്? കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെയാണ് പീഡിയാട്രിഷ്യൻസ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാം നമുക്ക് മറക്കാം. പക്ഷേ ഇത്തരം ഒരു സംഭവത്തിൽ, ഒരു ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ, ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിൽ പോലും ഇതിന്റെ നിന്ന് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഒരു വല്യമ്മ കൊടുത്തു എന്ന് പറയുന്നതിൽ അപ്പുറത്ത് ആ കുഞ്ഞിനെ, ഒരു കുഞ്ഞല്ലേ? അത് ചോദ്യം മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഈ രോഗം ബാധിച്ചിരുന്നെങ്കിൽ ആരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അല്ല, അതിന് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. കാരണം പിന്നെ ഓൾറെഡി ഫീഡ് ചെയ്ത മദർ ചെയ്യുന്നതാണ്. വിദഗ്ധാഭിപ്രായം ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഡോക്ടർ ജയപ്രകാശ്, താങ്കൾ പറയുന്നത് ഇത് ഫീഡിങ്ങിലൂടെ തന്നെ എയ്ഡ്സ് രോഗം പകരാൻ സാധ്യതയുണ്ട്, HIV പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ. പക്ഷേ അതേസമയം പ്രതിരോധ മരുന്നുകൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ മുലപ്പാൽ നൽകിയ സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാമെന്നാണ്. എന്താണ് അതിന്റെ താങ്കൾ ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇല്ല, ബ്രസ്റ്റ് മിൽക്കിലൂടെ പകരുമെന്ന് എന്റെ ഇൻഫെക്ടിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. മാത്രമല്ല, ഇപ്പൊ ഒരു തവണയാണോ ഫീഡ് ചെയ്തതെന്നുള്ളത് ആണെന്നുണ്ടെങ്കിൽ സാധ്യത വളരെ പകരാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ലോകാരോഗ്യ സംഘടന ഇത്തരം ഈ ബ്രസ്റ്റ് ഫീഡിങ് HIV മദേഴ്സിനെ കുറിച്ചിട്ടുള്ള ഗൈഡ് ലൈനിൽ പറയുന്നത് സാധാരണഗതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം കുട്ടിക്ക് HIV പോസിറ്റീവായ അമ്മയുടെ കുട്ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മിൽക്ക് പ്രോഡക്ട്സ് നൽകുക എന്നുള്ളതാണ്, ഫോർമുല കൊടുക്കുക എന്നുള്ളതാണ്.
പക്ഷേ ദാരിദ്ര്യം പോലെയുള്ള ഒരുപാട് വലിയ വിഷയങ്ങളുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ ദാരിദ്ര്യം മൂലം പോവർട്ടി മൂലം മാൽ ന്യൂട്രീഷൻ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് HIV മദർ ഫീഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഉള്ളത്. ഇവിടെ ഇപ്പൊ ഈ കേസിൽ ഒരു തവണ മാത്രം ഫീഡ് ചെയ്തിട്ടുള്ള ഒരു അമ്മ, ആ അമ്മ HIV പോസിറ്റീവ് മദർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ അമ്മ കൃത്യമായി ചികിത്സ എടുത്തുകൊണ്ടിരിക്കവെയാണ് പ്രസവിച്ചിട്ടുള്ളതെങ്കിൽ ആ ഇൻഫെക്ടിവിറ്റി റേറ്റ് വളരെ കുറവായിരിക്കും. ഡോക്ടർ സന്തോഷ്, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഈ അമ്മ തന്നെയാണോ? ഇപ്പൊ മുലപ്പാൽ നൽകിയ അമ്മയ്ക്കും അല്ലല്ല, അത് ബ്രസ്റ്റ് മിൽക്ക് ഫോർമുലയിലാണ്. ആണല്ലേ? അതെ, ബ്രസ്റ്റ് മിൽക്ക് ഫോർമുലയാണ്. ഇതിപ്പോ ആ വല്യമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധം മാത്രമാണ്, അല്ല ആരും ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്തതൊന്നുമല്ല. തീർച്ചയായും അത് ഫോഴ്സ്ഫുൾ ആവാതിരിക്കട്ടെ, ആവില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും കാണുന്നതും. കാരണം അത്ര മോശക്കാരൊന്നും അല്ലല്ലോ സർക്കാർ ഡോക്ടർമാർ. ഒരു കുഞ്ഞിൻ്റെ ജീവന് വില കൽപ്പിക്കുന്നത് തന്നെയാണ്, ഞങ്ങളും അത് തന്നെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ ഒരു അനാസ്ഥയ്ക്ക് ആരും ഉത്തരം പറയും? പ്രത്യേകിച്ച് നമുക്കറിയാം WHO നോംസ് പ്രകാരമാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. HIV പോസിറ്റീവ് രോഗികളെ മറ്റു രോഗികൾക്കിടയിൽ കിടത്തി ചികിത്സിക്കുക. ഇത് സമൂഹത്തിൽ വല്ലാത്ത ഭീതി പരത്തുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, അത് എന്താന്ന് വെച്ചാല് പിന്നെ ARMയോട് ഞാൻ വിശദമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഓക്കെ. ഡോക്ടർ അഡ്വക്കേറ്റ് ദീപക് ചേരുന്നു. ദീപക്, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? താങ്കൾ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനാണ്. ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ അടുത്ത ചർച്ചയിൽ നമ്മൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത ഈ വാർത്തയെ താങ്കൾ എങ്ങനെ കാണുന്നു? മിസ്റ്റർ പ്രദീപ്, ഇത് വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ വാർത്ത കാണുന്നത്. നമ്മളുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ വളരെ സൗമ്യമായി 2% ചാൻസ് ആണുള്ളത്, 1% ചാൻസ് ആണുള്ളത്, ചാൻസ് ഉണ്ടോ, ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രദീപ് സൂചിപ്പിച്ചതുപോലെ എത്ര ഗുരുതരമായ ഒരു പിശകാണ് സംഭവിച്ചിട്ടുള്ളത്. എയ്ഡ്സ് ബാധിച്ച ഒരു സ്ത്രീയെ മാറ്റിക്കിടത്തേണ്ട കാര്യമില്ല. പക്ഷേ അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആ എയ്ഡ്സ് മറ്റേ ആളുകളിലേക്ക് പകരാതിരിക്കാനുള്ള വ്യക്തമായ നിയന്ത്രണം അധികൃത ഭാഗത്ത് നിന്ന് വേണ്ടേ? ഒരു ജീവൻ തന്നെ അപകടമാവുന്ന മാരകമായ അസുഖം ബാധിച്ചൊരു സ്ത്രീയെ ആളുകളുടെ ഇടയിൽ കിടത്തി ഒരു ശ്രദ്ധയുമില്ലാതെ വലിയമ്മ എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു വലിയമ്മ എല്ലാ കുട്ടികൾക്കും വിഷം കൊടുത്താലും ഈ ഡോക്ടർമാർ ഇങ്ങനെ തന്നെ പറയുമോ? ആർക്കും ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലേ? എത്ര ഗുരുതരം 1% അതിന് ചാൻസ് എങ്കിൽ കൂടി ഒരു കാരണവുമില്ലാത്ത, ഒരു വിശദീകരണവുമില്ലാത്ത വിഷയത്തിൽ വളരെ ചെറുതായി കാണുകയാണ്. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഈ ജനിച്ചു വീണ കുട്ടിക്ക് ആർട്ടിക്കിൾ 21 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്കറിയില്ല. അവർ കൃത്യമായി പറയുന്നു, ആ എയ്ഡ്സ് ബാധിച്ച സ്ത്രീയുടെ കുട്ടിക്ക് മുല കൊടുക്കുന്നില്ല, പുറത്തുള്ള കുട്ടിക്ക് കൊടുക്കുന്നു. എത്ര ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്? ഞങ്ങൾ അന്വേഷിക്കാം, ഞങ്ങൾ കാണാം. ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെയും മറ്റാളുടെയും ശബ്ദത്തിൽ നിന്നും മറ്റും ഇത് വളരെ ഏറ്റവും ചുരുങ്ങി ഒന്നുമില്ലാത്തൊരു പ്രശ്നം. ഒരു ചെറിയ കുട്ടി ഇനി എന്തെങ്കിലും പറ്റി മരിച്ചാൽ മരിച്ചു പോകട്ടെ, 1% ചാൻസ് ഉണ്ട്. 1% ചാൻസ് ഉണ്ടെങ്കിൽ എന്താ മരണം സംഭവിച്ചൂടെ? പക്ഷേ ഇതിലെ വിഷയം ഗുരുതരമായ പിശക് സംഭവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് ലഘൂകരിച്ച് കാണുന്ന വിഷയമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിർബന്ധമായി തന്നെ ഒരു കുട്ടിയുടെ ജീവനെ ബാധിക്കുന്ന ഒരു ശ്രമം നടന്നിരിക്കുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് ഉണ്ടാവണം. ഒരു കാരണവശാലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. ഇതിലേക്ക് ഒന്നും പോവാതെ റിപ്പോർട്ടിൽ 1%, 0.5% ഉണ്ടാകുമോ, ദരിദ്രന്മാർക്ക് എയ്ഡ്സ് ഉണ്ടായിക്കോട്ടെ, പണമുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ CPM നേതാവ് ശ്രീ ജി സുധാകരൻ നമ്മളോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശ്രീ ജി സുധാകരൻ, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഈ വിഷയം? അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച ഒരു സ്ത്രീ മുലപ്പാലില്ലാത്തതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ നൽകുന്നു. ആ സ്ത്രീക്ക് എയ്ഡ്സ് HIV പോസിറ്റീവ് ആയ ഒരു സ്ത്രീയുടെ മുലപ്പാലാണ് നൽകിയിരിക്കുന്നത്. വലിയ അനാസ്ഥയാണ് നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ടത് ഞാൻ നിയമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ശ്രദ്ധയിൽപ്പെട്ടു. ഇതേപ്പറ്റി അധികാരികൾ അടിയന്തരമായ അന്വേഷണം നടത്തി അതിലെ ജാഗ്രത കുറവ് കാണിച്ചിട്ടുള്ളവരിൽ നടപടി വേണമെന്നാണ് ഇപ്പോൾ എനിക്ക് പ്രാഥമികമായി ആവശ്യപ്പെടാനുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനത്തിൽ തീരെ ജാഗ്രത ഇല്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആക്ഷേപത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ആരോപണം. HIV പോസിറ്റീവ് ഉള്ള സ്ത്രീയുടെ മുല കുടിക്കാനിടയായ സാഹചര്യവും ഡോക്ടർമാർ കണ്ടെത്താതിരുന്നു അടിയന്തരമായി അന്വേഷിച്ച് നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
വളരെയധികം നന്ദി ശ്രീ ജി സുധാകരൻ. ഒപ്പം ഈ സംഭവം നടന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ CPIM നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ ജി സുധാകരൻ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള ജാഗ്രതയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ള പരാതി CPIM വളരെ കാലമായി ഉന്നയിക്കുന്നതാണെന്ന് പറയുന്നു. ഡോക്ടർ സന്തോഷ് രാഘവൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചോദിച്ചതിന് എനിക്ക് കൃത്യമായി മറുപടി ലഭിക്കാത്തത് കൊണ്ടാണ്, ഈ എയ്ഡ്സ് ബാധിതയായ സ്ത്രീ, HIV ബാധിതയായ സ്ത്രീ, അവർക്കറിയാമോ അവർ രോഗിയാണ് എന്നുള്ളത്? ഡോക്ടർ സന്തോഷ്, അദ്ദേഹം ഈ ഒരു സാങ്കേതിക പ്രശ്നം, അത് പക്ഷേ രോഗി തമിഴ്നാട്ടുകാരി ആയിക്കോട്ടെ മലയാളി ആയിക്കോട്ടെ, ഇപ്പോൾ അവർ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, അവർ തമിഴാണ്, ഈ വല്യമ്മയ്ക്ക് തമിഴ് അറിയില്ല, അങ്ങനെ ലാഘവത്തോടു കൂടി നമുക്കിതിനെ എഴുതി തള്ളാൻ പറ്റുമോ? അല്ല, ഒരിക്കലും അല്ല. അത് അവർ HIV പോസിറ്റീവ് ആണെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൊണ്ട് ഷീഷുഡ് അവരാ വലിയമ്മയോട് പറയണമായിരുന്നു അവരുടെ കണ്ടീഷൻ ഇതാണെന്ന്. വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. ആ അഡ്വക്കേറ്റ് നമ്മുടെ ദീപപ്രകാശ് പറഞ്ഞതുപോലെ ഇറ്റ്സ് എ വെരി ട്രാജിക് ഇൻസിഡൻറ്റ്. ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി പറഞ്ഞതേ ഉള്ളൂ, അല്ല 2% 1% എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുരുതരാവസ്ഥ കുറച്ച് കാണുകയല്ല. പക്ഷേ ഇതിനകത്ത് പ്രൈം ഓഫീസ് ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള സത്യമാണ് കാര്യമെങ്കിൽ ഡോക്ടർമാരുടെ മിസ്റ്റേക്ക് അല്ല. ആ കുട്ടിയുടെ അമ്മ ബാത്റൂമിൽ പോയ സമയത്ത് വല്യമ്മ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് അപ്പുറത്ത് പേഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ മുല കൊടുത്തുന്നത് ഡോക്ടർ മെഡിക്കൽ സൂപ്രണ്ട് അറ്റൻഷനിൽ വന്നപ്പോൾ ഉടൻ തന്നെ അവർ ഇൻ്റർഫിയർ ചെയ്തു. അപ്പം തന്നെ കുട്ടിയെ പിടിച്ചു വാങ്ങിച്ചു. പക്ഷേ ഈ അമ്മയ്ക്ക് റെട്രോവൈറൽ ഡ്രഗ്സ് കുറച്ച് കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഈ മുല കൊടുത്ത അമ്മയ്ക്ക്. മാത്രമല്ല ഈ കുട്ടിക്ക് ഓൾറെഡി NBP സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കലി ദർ ഈസ് ഓൺലി വെരി ലിറ്റിൽ ചാൻസ്. ഞാൻ സ്റ്റഡിയുടെ ബേസിൽ പറഞ്ഞ. പിന്നെ ഈ WHO ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട് TNC എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ HIV പോസിറ്റീവായിട്ടുള്ള സ്ത്രീയുടെ ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ TNC പ്രോട്ടീൻ ഉണ്ട്. TNC പ്രോട്ടീൻ തന്നെ ഈ വൈറസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതൊക്കെ ഗവൺമെൻറ് സ്റ്റഡീസാണ്. അപ്പോൾ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ദൈവം തമ്പുരാൻ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്ത, ഈ റിപ്പോർട്ട്, നമ്മളൊരു സെൻസേഷണൽ സാധനം ഇത് സംഗതി വളരെ സിമ്പിളായ സംഭവം അല്ല ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, സംഭവത്തിൽ ഈ കുഞ്ഞിനുള്ള പ്രതിരോധ ചികിത്സ വരെ ആരംഭിച്ചിരിക്കുന്നു. അതാണ് WHO ഗൈഡ് ലൈൻസ് പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് NBP സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഈ WHO ഗൈഡ് ലൈൻസ് പ്രകാരം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മെഡിക്കൽ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് സബ്ജക്ട് കറക്ഷൻ ഇറ്റ് ഈസ് കറക്റ്റ്, നോ ഡൗട്ട്. WHO ഗൈഡ് ലൈൻസ് പറയുന്നതാണ്. ദാറ്റ് ഇസ്. പക്ഷേ ഈ പറഞ്ഞതിനെക്കാട്ടി വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് നമ്മുടെ നേരത്തെയുള്ള ആരോഗ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ സ്റ്റഡി കാര്യം മനസ്സിലായിട്ടില്ല, അദ്ദേഹം ഇപ്പോൾ ജസ്റ്റ് വാർത്ത കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള ഈ അനാസ്ഥകൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു പറഞ്ഞു. പ്രോബബ്ലി അദ്ദേഹം ലോക്കൽ MLA ആണ്, ഈ ലോക്കൽ ഇഷ്യൂസിൽ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വെയിറ്റ്, ഇല്ലയെന്ന് പറയാൻ പാടില്ല. മാത്രമല്ല ആരോഗ്യമന്ത്രി ഇരുന്ന ആളാണ്, അദ്ദേഹം ജനങ്ങളോട് ബന്ധമുള്ള ആളാണ്, ആലപ്പുഴക്കാരനാണ്. അപ്പം അങ്ങനെ എന്താ വൈ ഡിഡ് യു സേ ദാറ്റ്? അങ്ങനെ എന്തെങ്കിലും ഒരു ജാഗ്രത കുറവോ എങ്ങനെ നെഗ്ലിജൻസോ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ദിസ് ഹാസ് ടു ബി ലുക്ഡ് ഇൻ ടു ബൈ ദ സൂപ്രണ്ടൻറ്റ്. അത് സിമ്പിളായിട്ട് കളയണമെന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഈ വിഷയം നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ആരോഗ്യമന്ത്രി ശ്രീ VS ശിവകുമാറിനെ നിരന്തരം ടെലിഫോണിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വിശദീകരണം ലഭിക്കാൻ കിട്ടിയില്ല. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുന്നു. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രി KM മാണി ഉൾപ്പെട്ട ബാർ കോഴ കേസ് നിയമോപദേശത്തിന് വിട്ട നടപടി വിവാദമാവുകയാണ്. ഒരു കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതിന് മുൻപായി പബ്ലിക് പ്രോസിക്യൂട്ടറെയോ ഉപദേഷ്ടാവിൻ്റെയോ നിയമോപദേശം തേടാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോഴാണ് ബാർ കോഴ കേസിൽ കുറ്റപത്രം കോടതിയിലെത്തുന്നതിന് മുമ്പായുള്ള നിയമോപദേശം. കേസിൽ വിധി നിർണ്ണയിക്കേണ്ട കോടതിയെ നോക്കുകുത്തിയാക്കുന്നതിന് തുല്യമാണ് വിജിലൻസിൻ്റെ ഈ നടപടിയെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബാർകോഴ കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തുന്നതിനു മുമ്പ് തന്നെ അട്ടിമറി ലക്ഷ്യം വെച്ച് നിയമോപദേശത്തിന് വിട്ട നടപടി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി മാറുന്നു. മന്ത്രി പദവിയിലുള്ള പ്രതിയെ രക്ഷിച്ചെടുക്കാൻ ഉന്നതർ ഇടപെട്ട് നടത്തുന്ന കള്ളക്കളിയാണ് നിയമോപദേശമെന്ന് പരക്കെ ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. ഒരു കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ അതിന്റെ റിപ്പോർട്ട് കോടതിയിലാണ് സമർപ്പിക്കേണ്ടതെന്നും അതിനു മുമ്പായി പബ്ലിക് പ്രോസിക്യൂട്ടറെയോ ഉപദേഷ്ടാവിൻ്റെയോ നിയമോപദേശത്തിന് വിടാൻ പാടില്ലെന്ന് 2000 ഏപ്രിലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ മേലുദ്യോഗസ്ഥനോട് മാത്രമേ കേസിന്റെ വിവരങ്ങൾ കൈമാറാൻ പാടുള്ളൂവെന്നും സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിൽ പറയുന്നു. സെൽവി ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് 2000 ഏപ്രിൽ 13 ജസ്റ്റിസ് KT തോമസ്, ജസ്റ്റിസ് മൊഹപാത്ര എന്നിവർ ഉൾപ്പെട്ട കോടതി ബെഞ്ചാണ് ഒരു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ വിധിന്യായവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ് നിലവിലെ ബാർകോഴ അന്വേഷണവും നിയമോപദേശം തേടലും. വ്യക്തമായ ധാരണയോടെയും സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് KM മാണി ഉൾപ്പെട്ട ബാർകോഴ അന്വേഷണം പുരോഗമിച്ചത്. ഇതിന്റെ സത്യസന്ധമായ റിപ്പോർട്ട് തന്നെയാണ് SP സുകേശൻ തയ്യാറാക്കിയതെന്നും കോടതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നും ഇനി തൻ്റെ കൈകളിലല്ല കാര്യങ്ങളെന്നും SP സുകേശൻ കോടതിയെ അറിയിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് വേണ്ടിയാണ് നിയമോപദേശം തേടലും ഉന്നതരുടെ കൂടിയാലോചനയുമെന്നാണ്. അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ അതീവ സ്വഭാവമുള്ള ബാർകോഴ കേസിന്റെ അന്തിമ നിലപാടിനായി
ഒരു ലീഗൽ അഡ്വൈസറുടെ തീരുമാനത്തിന് വിട്ടു നൽകിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഉന്നതാധികാരികൾ മറുപടി പറയേണ്ടി വരും. ബി ജിമിനിഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നിയമവിദഗ്ധരായ ശ്രീ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, അതോടൊപ്പം അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് എന്നിവർ ചേരുന്നു. ഒപ്പം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീ PC ജോർജിനെയും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്, ഇപ്പോൾ ഈ റിപ്പോർട്ട് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് KM മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചാൽ നിലനിൽക്കില്ല എന്നുള്ള നിയമോപദേശമാണ് നൽകിയിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതെ, ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ ജഡ്ജ്മെന്റ് ആർ സരള വേഴ്സസ് റെസ്പോണ്ടന്റ് TS വേലു ആൻഡ് അതേഴ്സ്, അതിന്റെ ഫാക്സ് അറിയാമായിരിക്കും. അതിന്റെ ഫാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അതിന് ഫാക്സ് ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ പോയിന്റ് അല്ല, അതിനകത്ത് പാരഗ്രാഫ് നമ്പർ 8 ഓഫ് ദറ്റ് ജഡ്ജ്മെന്റ്, പാരഗ്രാഫ് നമ്പർ 8 ഞാനൊന്ന് വായിക്കാം. The question here is not simply whether an investigating officer on his own volition or on his own initiative can discuss with the public prosecutor or any legal talent for the purpose of forming his opinion as to the report to be laid in the court. Had that been the question involved in this case, it would be unnecessary to vex our mind, because it is always open to any officer, including any investigating officer, to get the best legal opinion on any legal aspect concerning the preparation of any report. But the real question is, should the High Court direct the investigating officer to take the opinion of the public prosecutor for filing the charge sheet? താങ്കളിലേക്ക് തിരിച്ചു വരും. ഇതിന്റെ സാങ്കേതിക അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ശ്രീ കാളീശ്വരൻ രാജിന്റെ അഭിപ്രായത്തിലേക്ക്. അത്തരത്തിലുള്ള ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമവിരുദ്ധമായ നിയമോപദേശത്തിന്, ഉദ്ധരിക്കപ്പെട്ട രീതിയിലാണ് പറയുന്നത്, നിയമോപദേശത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർ വഴങ്ങുകയാണെങ്കിൽ അത് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെയും സത്യസന്ധതയെയും സ്വതന്ത്ര സ്വഭാവത്തെയും തന്നെയാണ് ഇല്ലാതാക്കുക. അത്തരമൊരു അവസ്ഥയുണ്ടായാൽ ഒരു പൊതുതാൽപര്യ വ്യവഹാരത്തിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നിയമ നടപടികളിലൂടെ അത്തരം നടപടികൾ നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടാനാണ് സാധ്യത. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന പക്ഷം ഇന്ന് നൽകിയ നിയമോപദേശം അസാധുവാകുന്ന, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലെടുക്കുന്ന നടപടികൾ അസാധുവാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവും. തീർച്ചയായും. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഏതെങ്കിലും വിധത്തിലുള്ള പൊതു താല്പര്യമോ അതല്ലെങ്കിൽ പൊതുജന നന്മയോ അല്ലാതെ മന്ത്രി KM മാണി അഴിമതി കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു അഭിഭാഷകനൊഴികെ കേരള സമൂഹം മൊത്തം തീരുമാനം ആയിട്ടുള്ളതാണ്. വിജിലൻസ് സംവിധാനം മുഴുവൻ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നിയമപരമായ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരമൊരു ഇതിൽ യാതൊരു വിധത്തിലും നിലനിൽക്കില്ല എന്നുള്ള ഒരു നിയമോപദേശം എത്തിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ഞാനതിൻ്റെ ബേസിക് ഫാക്റ്റിലേക്ക് പോട്ടെ. ഇപ്പോൾ നമ്മുടെ അഭിഭാഷകരെല്ലാം ഇവിടെ ഉണ്ട്. ആ സമയത്ത് തന്നെ ഇദ്ദേഹം അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ലീഗൽ അഡ്വൈസർ കൊടുത്ത ഉപദേശം സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ല. സരള കേസിലാണെങ്കിലും വിജയനാരായണൻ കേസിലാണെങ്കിലും അതുപോലെ ഷാഹിറ സേഖിൻ്റെ കേസിലാണെങ്കിലും RK ജയൻ്റെ കേസിലാണെങ്കിലും നിരവധി കേസുകളിൽ റോൾ ഓഫ് എ പ്രോസിക്യൂട്ടർ വളരെ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട്. സരളയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരു ലീഗൽ അഡ്വൈസർ കൊടുത്ത ഒരു റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച്, സ്വന്തമായിട്ടുള്ള നിയമ പരിജ്ഞാനം ഉപയോഗിച്ച് തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കേസുമായി മുന്നോട്ട് പോകാം. ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തു എന്നുള്ളത് മാത്രം ഈ കേസ് ഇല്ലാതെയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഉപദേശം സ്വീകരിച്ച് ഇത് ഇല്ലാതെയായാൽ നേരത്തെ കാളീശ്വരൻ രാജു പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ കോടതി ഇതിൽ ഇടപെടും. ഇന്ന് ഈ കേസിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, ഒരു പരാതിക്കാരനുണ്ട്, അത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ നുണപരിശോധന നടത്തിയിട്ടുണ്ട്, അത് നിയമപ്രകാരം വാലിഡ് അല്ലെങ്കിലും ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തിയ ചർച്ചയുടെ CD ഉണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ ഈ കേസിലുണ്ട്. പ്രിമാഫേസിയ ചാർജ് ഫ്രെയിം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രിമാഫേസിയ ആയിട്ടുള്ള തെളിവുണ്ടോ എന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. ഇത് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ഒരു ലീഗൽ അഡ്വൈസർ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് തീർത്തും നിയമവിരുദ്ധമാണ് എന്നാണ് പറയാനുള്ളത്. ഒരു മുൻവിധിയോട് കൂടിയിട്ടുള്ള അഭിപ്രായം പറയുന്നതായിട്ട് ഇതിനെ കാണേണ്ടി വരില്ലേ? പ്രത്യേകിച്ചും അഗസ്റ്റിൻ
പാമോയിൽ കേസിൽ കഴിഞ്ഞ ജനുവരിയിൽ ഹൈക്കോടതിയിൽ നിന്ന് നിശിത വിമർശനം ഏറ്റുവാങ്ങിയ ഒരു അഭിഭാഷകനാണ്. പാമോയിൽ കേസ് പിൻവലിക്കണമെന്നുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ നൽകിയത് അഗസ്റ്റിൻ വക്കീൽ തന്നെയാണ്, ഈ നിയമോപദേശം നൽകിയ ആൾ തന്നെയായിരുന്നു. അന്ന് ഹൈക്കോടതി കൃത്യമായി ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇത്തരം കാര്യങ്ങളിൽ ജനനന്മ അല്ലെങ്കിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പൊതു താല്പര്യമുള്ള രീതിയിൽ, അല്ലാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സർക്കാർ ചെലവിൽ വക്കീലന്മാർ വേണോ? അതിന് വക്കീലന്മാർ വേറെ ഇല്ലേ? അല്ല പ്രദീപ്, എനിക്ക് ഈ ചർച്ചയുടെ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കേസിൽ പല കേന്ദ്രങ്ങളും മുൻവിധിയോടുകൂടിയാണ് ഈ ബാർക്കോഴ കേസിൻ്റെ അന്വേഷണത്തെ സമീപിച്ചത്. നമുക്കറിയാം, ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പം ഒരു അന്വേഷണ സംഘത്തിന് നിയമപരമായ ദിശാബോധം നൽകാൻ ബാധ്യതയുള്ള ഒരു ലീഗൽ അഡ്വൈസർ ആകാം, അത് പ്രോസിക്യൂട്ടർ ആകാം. അവരുടെ ചുമതല ജനപക്ഷ നിലപാടുകളോ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹികമായ പ്രത്യാഘാതങ്ങളോ നോക്കുക എന്നുള്ള അല്ല ഒരു ലീഗൽ അഡ്വൈസറുടെ ഒരു പ്രോസിക്യൂട്ടർ ചുമതല. ഒരു വിജിലൻസ് ഓഫീസറുടെ, ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ലെവലുള്ള, ഒരു ADG ലെവലിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥൻ, കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ സ്ഥിതി എന്താണ്? ഇത് തന്നെയല്ലേ താങ്കൾ പറയുന്ന അതേ രീതിയിൽ തന്നെയല്ലേ ആ ഉദ്യോഗസ്ഥനെയും കാണേണ്ടത്? അല്ലെങ്കിൽ ഈ സംവിധാനത്തെ മുഴുവൻ ഇത് വെറുതെ പോലീസും വേണ്ട, വിജിലൻസും വേണ്ട, കോടതിയും വേണ്ട. പ്രദീപിനോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ മുൻവിധിയോടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കരുത്. ഒരു ലീഗൽ അഡ്വൈസറുടെ ചുമതല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുന്ന ആ ഫാക്ച്വൽ റിപ്പോർട്ടിന് ഒരു ലീഗൽ വേർഷൻ കൊടുക്കുക എന്നുള്ളതാണ്, നിയമപരമായി ദിശാബോധം നൽകുക എന്നുള്ളതാണ്. ശരി, താങ്കൾ എന്ത് പറയുന്നു? ഇതോടുകൂടി കേസ് അവസാനിപ്പിക്കണോ? അതായത് കുറ്റപത്രം നൽകിയാൽ നിൽക്കില്ല, ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കാം എന്നാണോ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? താങ്കളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. ഇനി ആ ലീഗൽ അഡ്വൈസറുടെ അഭിപ്രായം ഇവിടെ നിൽക്കട്ടെ. അല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല ഇവിടെ പ്രസക്തിയില്ല. പ്രദീപ്, ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, മാധ്യമ ചർച്ചകളിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു കേസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. ഇത് വളരെ വളരെ ഡെലിക്കേറ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഒരു പ്ലെയിൻ അലിഗേഷൻ വരുന്നു, അത് പ്രോപ്പറായി പ്രൂവ് ചെയ്യപ്പെടേണ്ടി വരും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത് തെളിവുകളുണ്ടാവണം. ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരാൾ കോഴ വാങ്ങി, ഇതൊന്നും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരില്ല. അത് സുപ്രീം കോടതിയുടെ ജെയിൻ ഹവാല കേസിൽ വളരെ വ്യക്തമായ റൂളിംഗ് ഉണ്ട്. ലളിതാകുമാരി കേസ് അറിയാമല്ലോ. ഒരു കേസിൽ FIR ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ അറിവിൽ. ഒരാളെ കേസിൽ പ്രതി ചേർത്ത് FIR ഇട്ട് കഴിഞ്ഞാൽ അന്വേഷണം നടത്തണം, അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തണം, കോടതിയിൽ ഹാജരാക്കണം. അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത്, കേസിനകത്ത് ആ പറഞ്ഞ കാര്യമൊന്നുമില്ല. ജയനവാല കേസിനകത്ത് ഡയറീസിനകത്ത് ജയനവാല കേസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ജയനവാല കേസിനകത്ത് പറഞ്ഞിട്ടുള്ളത് LK അഡ്വാനിയാണ് ആ കേസിനകത്ത് പ്രതിയായിട്ടുള്ളത്. ജയിലിന്റെ ഡയറിക്കകത്തുള്ള ചില റെഫറൻസ് ലൂസ് ഷീറ്റ്സ് ക്യാൻ ഇറ്റ് ബി അക്സെപ്റ്റഡ് ആസ് എവിഡൻസ് അണ്ടർ സെക്ഷൻ 34 ഓഫ് ദി എവിഡൻസ് ആക്ട്. അതായിരുന്നു നിയമപ്രശ്നം. അതിനൊക്കെ അപ്പുറത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ, അതായത് ഇത്ര കാലം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ ചാനലുകളിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് തീർത്തും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒരു അഭിഭാഷകൻ അഗസ്റ്റിന്റെ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഒന്നും വേണ്ട, എല്ലാം തേച്ചു മാച്ച് കളയാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് എത്ര ദൗർഭാഗ്യകരമാണ്. അഡ്വക്കേറ്റ് ദീപക്, കഷ്ടമാണ്. ഹലോ, പറഞ്ഞോളൂ. കട്ടായി വന്നു കേട്ടോ. ഇല്ല, കട്ടായിട്ടില്ല, പറഞ്ഞോളൂ. ഹലോ, ഇത് വിഷയം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. ഇവിടെ മിസ്റ്റർ അഗസ്റ്റിൻ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല എങ്കിൽ കൂടി അദ്ദേഹം ഒരു ഡിഫൻസ് കൗൺസിൽ, KM മാണിയുടെ ഡിഫൻസ് കൗൺസിൽ രൂപത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഒരിക്കലും ആ രീതിയിലേക്ക് പോകാൻ പാടില്ല. എല്ലാവർക്കും അറിയാം, ഈ കേസിൽ പ്രിമാ ഫേസിയ കേസുണ്ട്, ഒരു ഗുരുതരമായ ആരോപണമുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ആ ആരോപണം ഉന്നയിച്ച ആൾ മിസ്റ്റർ ബിജു രമേശ് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു തെളിവുകളുണ്ട്, അത് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ കേസിൽ ഒരു ADGP പറയുന്നു, എനിക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു, എനിക്ക് ഈ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ADGP പറയുന്നു. അയാൾ ലീവ് എടുത്തു പോകുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ കേസിലെ ലീഗൽ അഡ്വൈസറുടെ ഉപദേശം നമ്മൾ കാണേണ്ടത്. അല്ല ദീപക്, ഒരു ഇടപെട്ട് ഒന്ന് ചോദിച്ചോട്ടെ. അതായത് യഥാർത്ഥത്തിൽ സംഭവിക്കട്ടെ, ഒരുപക്ഷെ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കും
സ്ഥാപിക്കില്ലെങ്കിൽ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത് അതിന് മറുപടി പറയാൻ പറ്റും. അതായത് ഒരു ലീഗൽ ഒപ്പീനിയൻ വിടുന്നു, താങ്കളാണ് ആ ലീഗൽ ഓഫീസർ ഇരിക്കട്ടെ, ആ കേസ് ദുർബലമാണെങ്കിൽ ആ കേസ് വീണ്ടും അന്വേഷിച്ച് നല്ല രീതിയിൽ ശക്തമാക്കി എടുക്കണമെന്നല്ലേ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്നത്? 2 മിനിറ്റ് സമയം തരണം. ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സരള കേസിനകത്ത് ലീഗൽ ഒപ്പീനിയന് വേണ്ടിയിട്ട് ലീഗൽ അഡ്വൈസറുടെ കയ്യിൽ പോകുന്നത് തെറ്റാണെന്നുള്ള വ്യൂവിൽ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച വരുന്നത്. ശരിയല്ല, അങ്ങനെയല്ല. സരള കേസിനകത്ത് ജഡ്ജ്മെന്റ്, സരള കേസിനകത്ത് ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞത് ഹൈക്കോടതി അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തത് തെറ്റാണ്. അപ്പം വിജിലൻസ് മാനുവലിനകത്ത് തന്നെ ലീഗൽ ഒപ്പീനിയൻ പോകാനായിട്ട് വ്യവസ്ഥയുണ്ട്. അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ, അയാൾ ഏഞ്ചൽ ആയിക്കോട്ടെ ഡെവിൾ ആയിക്കോട്ടെ, വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ദാറ്റ്. അഗസ്റ്റിന് ഈ കേസിനകത്ത് ഇഷ്ടമുള്ള ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് അധികാരമുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ മിസ്റ്റർ കളീശ്വരൻ പോയിന്റ് ഔട്ട് ചെയ്ത പോലെ വൺസ് എ ലീഗൽ ഒപ്പീനിയൻ ഈസ് ഗിവൺ ബൈ ദ ലീഗൽ അഡ്വൈസർ ഈസ് ദി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ബൗണ്ട് ബൈ ദാറ്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. അല്ല, മാത്രമല്ല അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, അത് ഓഫീസർക്ക് മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അതെ, അത് ഓഫീസർക്ക് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാ പത്രത്തിലെ വെണ്ടക്കാക്ഷരത്തിൽ അതെ, വാർത്തയായിരുന്നു. അതായിക്കോട്ടെ. പക്ഷേ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കേസിനകത്ത് ചാർജ് ഷീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ദാറ്റ് ഇസ് ദർ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ. അത് ഈ ജഡ്ജ്മെന്റ് തന്നെ പറയുന്നുണ്ട്. ഈ നമ്മുടെ സരള കേസിലെ ജഡ്ജ്മെന്റ് തന്നെ ജസ്റ്റിസ് കെ ടി തോമസിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. 3 ജഡ്ജ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഡിസിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് കളീശ്വരൻ രാജ് ഈസ് പോയിന്റിംഗ് ഔട്ട്. കേരള കോൺഗ്രസ് നേതാവ് ശ്രീ പി സി ജോർജിനെ ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും. അതോ അതിനു മുമ്പായി ശ്രീ അഡ്വക്കേറ്റ് പി എ സലീം, ഞാൻ താങ്കളുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല ഇത് കാണുന്നത്, ഒരുപാട് ആളുകൾ കാണുന്നു, സസൂക്ഷ്മം വീക്ഷിക്കുന്നു. താങ്കൾ വളരെയധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം ചില വൃത്തികെട്ട ഇടപെടലുകൾ, അതായത് നിയമത്തിൻ്റെ കുരുക്കുകളുടെ, എന്താണ് ഇന്നത്തെ പത്രങ്ങളിലുള്ള കണ്ടെന്ന് വാർത്ത കണ്ടോ? മലയാള മനോരമയുടെ ചാനലിലാണ് മുൻ എ ഡി ജി പി, ഇപ്പോൾ DGP ആണ് അദ്ദേഹം, പറയുന്നത് വല്ലാത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ആ കേസ് അന്വേഷണമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. ഇത്തരമൊരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു അഗസ്റ്റിൻ്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ വെച്ചിട്ട് എല്ലാം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണോ വേണ്ടത്? അല്ല, പ്രദീപിന് ഇൻഫർമേഷൻ ഒരു കാര്യം പറയാം. ഈ ലീഗൽ അഡ്വൈസർ അഗസ്റ്റിനെ നിയമിച്ചത് UDF സർക്കാരല്ല. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ, അദ്ദേഹം കേരളത്തിൻ്റെ വിജിലൻസ് മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ അപ്പോയിൻമെൻ്റാണ് വിജിലൻസ് ലീഗൽ അഡ്വൈസറായി ശ്രീ അഗസ്റ്റിനെ നിയമിച്ചത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ നിയമിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമപരമായ പരിജ്ഞാനത്തെക്കുറിച്ചോ ഈ കേസിൽ അദ്ദേഹം എഴുതിയ ലീഗൽ ഒപ്പീനിയനെ കുറിച്ചോ ഞാനത് ഡിസ്പ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു അഭിഭാഷകൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പൂർവാശ്രമം എന്താണെങ്കിലും സ്വാഭാവികമായും ഒരു വളരെ ഈ കേരള സമൂഹം ആകാംക്ഷയോടെ കാണുന്ന ഈ കേസിൽ തീർച്ചയായും അദ്ദേഹം മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഒരു ഇതിൻ്റെ ഫാക്സ് മുഴുവൻ അസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനേ കഴിയുള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരിക്കലും നമ്മൾ ചാനൽ ചർച്ചകളിലൂടെ ഈ കേസിലുണ്ടാക്കിയിരിക്കുന്ന പുകമറ അത് നിയമത്തിൻ്റെ മുമ്പിൽ നിയമത്തിൻ്റെ വഴികളിലൂടെ ആ ചാനൽ ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങളിലൂടെയോ കൊണ്ടുവന്ന ഒരു ഇംപ്രഷൻ ഒരിക്കലും നിയമത്തിന്റെ വഴികളിലൂടെ പോകണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. നിയമം പലപ്പോഴും ഇത്തരം ചർച്ചകളെയോ അല്ലെങ്കിൽ പത്രവാർത്തകളെയോ സ്വാധീനിക്കാറുണ്ട് അല്ലേ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്? അല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് അഗസ്റ്റിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോട്ടലി ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ഡയറക്ടർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്യാൻ ഫോം ആൻ ഒപ്പീനിയൻ വെദർ ഈ ഷുഡ് ഫയൽ എ ചാർജ് ഷീറ്റ് ഓർ നീ നോട്ട് ഫയൽ എ ചാർജ് ഷീറ്റ്. അതാണ് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്. അല്ല, അഗസ്റ്റിൻ്റെ ഒപ്പീനിയൻ അങ്ങനെ കൊടുത്തതുകൊണ്ട് അഗസ്റ്റിൻ്റെ ഒപ്പീനിയൻ ശരിയാവണമെന്നില്ല, തെറ്റാവണമെന്നില്ല. അഗസ്റ്റിന് പക്ഷേ അങ്ങനെ ഒരു ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അഗസ്റ്റിൻ ക്യാൻ ടേക്ക് സച്ച് എ വ്യൂ. അതുകൊണ്ട് അഗസ്റ്റിൻ മോശക്കാരനാവുന്നില്ല. അഗസ്റ്റിൻ ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ദാറ്റ് വ്യൂ, ഒരു സംശയവുമില്ല. പക്ഷേ ആ വ്യൂ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള ഇറ്റ് ഈസ് ദയർ ഡിസ്ക്രിപ്ഷൻ. ഈ അഗസ്റ്റിന്റെ ഈ ഫൈൻഡിങ്സിൽ നമുക്ക് കിട്ടിയ നേരിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ പോലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ സാക്ഷിമൊഴികളൊന്നും ക്രെഡിബിൾ അല്ല എന്നുള്ളത്. സാക്ഷിമൊഴികളുടെ ക്രെഡിബിലിറ്റി ആരാണ് തീരുമാനം? പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ലീഗൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലീഗൽ അഡ്വൈസറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പോകുന്നത്. അനേകം കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലീഗൽ അഡ്വൈസർക്ക് ഒരു ഒപ്പീനിയൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഐദർ പുട്ട് അപ്പ് എ ഫൈനൽ റിപ്പോർട്ട് ഓർ എ റെഫർ റിപ്പോർട്ട്. അതായത് കേസ് വേണ്ടാന്ന് എഴുതി തള്ളാം, അല്ലെങ്കിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് കൊടുക്കാം. കേസ് വേണ്ടാന്നൊരു റെഫർ റിപ്പോർട്ട് വിജിലൻസ് കോടതി പോയി കഴിഞ്ഞാൽ ദ കോർട്ട് വിൽ ഡിസൈഡ് വെദർ റിപ്പോർട്ട് ഷുഡ് ബി ഫയൽ. അതിന് വീണ്ടും ഒരു അന്വേഷണം വേണോ വേണ്ടയോ എന്ന് പറയാനായിട്ടുള്ള അധികാരം വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിക്കുണ്ട്. അങ്ങനെ അനേകം കേസുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ നടത്തിയ ഒരു കേസിനകത്ത് വിജിലൻസ് ലീഗൽ അഡ്വൈസർ ഒപ്പീനിയൻ ഒരു കോഗ്നിസബിൾ ഒഫൻസിൽ ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയാണ്, കേസ് എടുക്കണ്ട എന്നുള്ള അവസ്ഥയിൽ കോടതിക്ക് നേരിട്ട് ഇടപെട്ടൂടെ? തീർച്ചയായിട്ടും 190 CRPC അനുസരിച്ച് കോർട്ട് ഹാസ് ഗോട്ട് ദ പവർ.
ആ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യാനും നിരാകരിക്കാനായിട്ടുള്ള പവർ കോടതിക്കുണ്ട്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ജസ്റ്റിസ് ശശീന്ദ്രൻ നമ്പ്യാരുടെ ജഡ്ജ്മെന്റ് ഉണ്ട് ഈ പോയിന്റിൽ, ഡയറക്ട്ലി സ്ക്വയർലി ഓൺ ദ പോയിന്റ് ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിനകത്ത് റെഫർ റിപ്പോർട്ട് വന്നാലും ഫൈനൽ റിപ്പോർട്ട് വന്നാലും കൊഗ്നൈസൻസ് എടുക്കണോ വേണ്ടയോ, ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി ദ സ്പെഷ്യൽ ജഡ്ജ്. ആ ഒരു കാര്യത്തിനകത്ത് അഗസ്റ്റിന്റെ ഒപ്പീനിയൻ ഹാസ് ഗോട്ട് നോ വാല്യൂ അറ്റ് ഓൾ. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, നമുക്കറിയാം ഈ അന്വേഷണം നടത്തിയ സുകേശൻ എന്ന് പറഞ്ഞ വിജിലൻസ് എസ് പി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വളരെ വിചിത്രവും ഒരുപക്ഷെ നമുക്ക് ഇത് റയർ എന്ന് പറയാവുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു. എൻ്റെ ജോലി ഞാൻ ഭംഗിയായി നിർവഹിച്ചു, ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല. അത് തന്നെ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഇനിയെല്ലാം നടക്കാൻ പോകുന്നത് സപ്പോർട്ട് അട്ടിമറി തന്നെയാണെന്ന് എങ്ങനെ അനുമാനിക്കുന്നു അഡ്വക്കേറ്റ് ദീപക്? പ്രദീപ്, നമ്മളെല്ലാവരും പത്രം വായിക്കുന്ന, ഞാൻ ഡൽഹിയിലാണെങ്കിലും മലയാള പത്രവും ചിലപ്പോൾ കിട്ടാറുണ്ട്, ന്യൂസും കേൾക്കാറുണ്ട്. സാധാരണ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഈ കേസിൽ എന്താണ് നടക്കുന്നത്, ഓരോ ഘട്ടത്തിലും എങ്ങനെ നടത്തുന്നത്. ആ ഒരു പെക്യൂലിയർ ഫാക്ട്സിൻ്റെ ബേസിൽ വേണം നമ്മൾ ഈ കേസിനെ കാണാൻ. അല്ലെങ്കിൽ അഗസ്റ്റിൻ കൊടുത്ത റിപ്പോർട്ട് എന്താണ്, അത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്, ആദ്യം മുതൽ കേൾക്കണം. ഈ കേസിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കാതിരിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം, ഗവൺമെൻറ്റിൽ നിന്നും രാജിവെച്ച് പോകുന്ന അടക്കമുള്ള സമ്മർദ്ദം, അതുപോലെ എത്രയും പെട്ടെന്ന് ഇത് എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള എല്ലാവരും ഇതിൻ്റെ വിജിലൻസിൻ്റെ ഹെഡായിരിക്കുന്ന ഹോം മിനിസ്റ്റർ, അവരുടെ എല്ലാവരുടെയും ഇടായിരിക്കുന്ന മുഖ്യമന്ത്രി, ഇവരെല്ലാവരും നിർബന്ധപൂർവം ഈ ഉദ്യോഗസ്ഥർ തലയിൽ കയറിയിരുന്നു കൊണ്ട് പറയുകയാണ് ഇതിൽ ഒരു തരത്തിലുള്ള നടപടിയും പാടില്ല. എന്നിട്ടും ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷണം നടത്തി നല്ല രീതിയിൽ കൊണ്ടുപോയി. കാരണം ഇടയ്ക്കൊരു കേസ് വന്നു ഹൈക്കോടതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് കോടതിയുടെ നിരീക്ഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല, ഈ കേസിൽ മറ്റ് പല ഘടകങ്ങളും കൂടി പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ റിപ്പോർട്ടിനെ കാണാൻ. തീർച്ചയായും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയപരിമിതി പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് പി എ സലീമിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് പി എ സലീം, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറയുകയുണ്ടായി ഇതൊരു കൊട്ടേഷൻ നിയമോപദേശമാണെന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ലേ, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന് ഇത്തരം കേസുകൾക്ക് പ്രതികരണങ്ങൾ അതൊക്കെ നമുക്ക് ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു ഇൻ ദി ഐസ് ഓഫ് ലോ നമുക്കിതൊന്നും ആ രീതിയിൽ കാണാൻ കഴിയില്ല. നമുക്ക് രാഷ്ട്രീയം പറയാൻ കഴിയും, പ്രതികരിക്കാൻ കഴിയും. പക്ഷെ ഒരു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇത്തരം ഒരു വൈകാരികമായ രീതിയിൽ ഒരിക്കലും കേസ് ഫ്രെയിം ചെയ്യാൻ കഴിയില്ല, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കഴിയില്ല. കേരള വിജിലൻസ് സമഗ്രമായി അന്വേഷിച്ച ഒരു കേസാണ്, ആർക്കും തർക്കമില്ല. ഇതിലെ ഒരുപാട് ആളുകൾ അഗ്രീവ്ഡാണ്. ഈ കേസ് ഈ രീതിയിൽ അന്വേഷിച്ചത് 100 കണക്കിന് സാക്ഷികളെ വിളിച്ചു വരുത്തി. ആ അന്വേഷണ സംഘം കണ്ടെത്തിയ മുഴുവൻ കണ്ടെത്തലുകളും അത് വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ കൊടുത്തു, ലീഗൽ അഡ്വൈസർ ഒപ്പീനിയൻ ലഭിച്ചു. പ്രദീപ്, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതിവിടെ അവസാനിക്കുന്നില്ല. ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് കോടതിയുടെ വീണ്ടും ഒരു ലീഗൽ സ്ക്രൂട്ടിക്ക് വിധേയമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് പി എ സലീം, ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് രാഷ്ട്രീയപരമായി തന്നെ ഇത് മുന്നോട്ട് നീങ്ങും. പ്രത്യേകിച്ചും ഇതൊരു മന്ത്രിയാണ്, കേരളം ഭരിക്കുന്ന സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ധനമന്ത്രിയാണ് ഈ കേസിലെ പ്രതി, നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിക്കാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്, അഭിഭാഷകരായ ദീപക് പ്രകാശ് ആൻഡ് പി എ സലീം, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്.